അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 24-ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. നമസ്കാരത്തിന്റെ ഫർളുകളിൽ നിന്ന് 4-ാമത്തെ ഫർളായ ഫാത്തിഹ ഓതുക എന്നതിലാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വജ്ജഹ്തു, ഫാത്തിഹ എന്നിവയുടെയൊക്കെ അർത്ഥം വളരെ വിശദമായി വ്യക്തമായി ഇതിന്റെ മുമ്പുള്ള ക്ലിപ്പുകളിൽ ഉണ്ട്. ഇതിൽ വളരെ കുറഞ്ഞ മസ്അലകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മസ്അലകളാണ് എന്നതുകൊണ്ടാണ് ഇത് കുറഞ്ഞത് മാത്രമാണ് ഇതിലുള്ളത്. അത് വ്യക്തമായി കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുക. ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞു. ഫാത്തിഹ ഓതി ആമീൻ പറഞ്ഞതിന് ശേഷം പിന്നീട് സുന്നത്തുള്ള കാര്യങ്ങളാണ് ഈ ക്ലിപ്പിൽ ചർച്ച ചെയ്യുന്നത്. ഇമാമും തനിച്ചു നിസ്കരിക്കുന്ന ആളും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നീട് ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്താണ്. ഉറക്കെ ഓതുന്ന നമസ്കാരമാണെങ്കിലും പതുക്കെ ഓതുന്ന നമസ്കാരമാണെങ്കിലും ഇമാമും തനിച്ചു നിസ്കരിക്കുന്നവനും ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതണം. എന്നാൽ മഅ്മൂമിന് സൂറത്ത് ഓതൽ സുന്നത്തില്ല. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നു എങ്കിൽ അത് സിബിയത്തായ നമസ്കാരമാണെങ്കിലും ശരി, അതാണ് അതിൽ പ്രബലം. അപ്പൊ മഅ്മൂമ് ഇമാമിന്റെ ഓത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ കേൾക്കൽ തന്നെ മനസ്സിലാകുന്ന നിലയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ പിന്നെയും സൂറത്ത് ഓതുക എന്നത് മഅ്മൂമിന് ഖിറാഅത്താണ്. ഇമാം നിൽക്കുന്ന വ്യക്തി മഅ്മൂമിന് ഫാത്തിഹ ഓതാകുന്ന അത്ര സമയം മൗനമായി നിൽക്കൽ സുന്നത്തുണ്ട് ഇമാം. അങ്ങനെ മൗനമായി നിൽക്കുമ്പോൾ അവൻ വെറുതെ നിൽക്കാൻ പാടില്ല. അപ്പോൾ അവൻ ഖിറാഅത്ത് കൊണ്ട് ജോലിയാവണം. പ്രാർത്ഥന കൊണ്ട് ജോലിയാകുന്നതിനേക്കാൾ നല്ലത് ഖിറാഅത്ത് കൊണ്ട് ജോലിയാവനാണ്. അപ്പൊ മൗനമായ നിലക്ക് പതുക്കെ ഓത്ത് ഖുർആനിൽ നിന്ന് അവൻ പാരായണം ചെയ്യും. അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ പിന്നീട് ഓതാൻ ഉദ്ദേശിക്കുന്ന സൂറത്ത്, ആ സൂറത്തും ഇപ്പൊ അവൻ പതുക്കെ ഓതുന്നതും ക്രമമനുസരിച്ചായിരിക്കണം എന്നത് സുന്നത്തുണ്ട്. അപ്പൊ ആദ്യം പതുക്കെ ഓതുക, എന്നിട്ട് അതിന്റെ ബാക്കി ഭാഗം ഉറക്കെ ഓതി പൂർത്തിയാക്കുക. ഇത് സുന്നത്താണ്. അത് മഅ്മൂമിന് ഫാത്തിഹ ഓതാൻ സമയം കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോ ഇമാമിന്റെ ഓത്ത് തിരിയുന്ന നിലയിൽ കേൾക്കുന്ന മഅ്മൂമ് അവന് സൂറത്ത് ഓതൽ ഖിറാഅത്താണ്. പിന്നെ അവൻ ഇമാമിന്റെ ഓത്ത് ശ്രദ്ധിച്ച് കേൾക്കുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ ഖുർആൻ എന്നതിന് ഖുർആൻ എന്ന് തന്നെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് ആണ് സൂറത്ത് ഓതൽ സുന്നത്താണ് എന്നതിന് തെളിവ്. ചില ആളുകൾ സൂറത്ത് ഓതൽ സൂറത്ത് ഇമാമു ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കൽ നിർബന്ധമാണെന്ന് വരെ പറഞ്ഞവരുണ്ട്. ഹറാമാണ് അങ്ങനെ ചെയ്യാതിരിക്കൽ ഈ ആയത്തിന്റെ അടിസ്ഥാനം. പ്രബലമായ അഭിപ്രായം അത് സുന്നത്താണ്. സുന്നത്തിന് എതിരായി കൊണ്ട് ഓതൽ ഖിറാഅത്താണ്. സൂറത്ത് ഓതൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞവരും ഉണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
4 ഖലീഫമാരിൽപ്പെട്ട മഹാനാണല്ലോ. അതുപോലെ ഉമ്മാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്നിവരെ തൊട്ടെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫത്ഹുൽ അല്ലാം എന്ന് പറയുന്ന കിതാബ് ഭാഗം 372 അത് റിപ്പോർട്ട് ചെയ്തതായി കാണാം. അപ്പൊ സൂറത്ത് ഓതൽ ഫർളാണെന്നും അഭിപ്രായമുണ്ടെങ്കിലും സുന്നത്താണെന്നാണ് പ്രബലമായ അഭിപ്രായം. ഫർള് നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും ജുമുഅ നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ 2 റക്അത്തുള്ള നിസ്കാരമാണെങ്കിലും 3 റക്അത്തുള്ള നിസ്കാരമാണെങ്കിലും 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിലും അതിന്റെ ഒക്കെ ആദ്യത്തെ 2 റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്താണ്. അതേ പ്രകാരം സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. വിത്ർ നിസ്കാരമാണ് എങ്കിൽ അവസാനത്തെ 3 സൂറത്തുകളിലും റക്അത്തുകളിലും സൂറത്ത് സുന്നത്തുണ്ട്. ഒരായത്ത് ഓതിയാൽ തന്നെ സൂറത്ത് ഓതുക എന്ന അടിസ്ഥാന സുന്നത്ത് കിട്ടുമെങ്കിലും 3 ആയത്തെങ്കിലും ഓതലാണ് നല്ലത്. ഒരു പൂർണ്ണമായ സൂറത്ത്, അത് ചെറിയ സൂറത്താണെങ്കിലും അത് പൂർണ്ണമായ ഒരു സൂറത്ത് ഓതലാണ് മറ്റൊരു വലിയ സൂറത്തിന്റെ പകുതി ഭാഗം ഓതുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതേ പ്രകാരം 1-ാമത്തെ റക്അത്തിലെ സൂറത്ത് 2-ാമത്തെ റക്അത്തിനേക്കാൾ ദീർഘിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ വലിയ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ, 2-ാമത്തെ റക്അത്തിൽ ചെറിയ സൂറത്ത്, ഇതും സുന്നത്താണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത് നിങ്ങളിലേക്ക് എത്തും. 25-ാമത്തെ ഭാഗത്തിൽ ഇതിന്റെ തുടർ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നിസ്കാരവുമായി ബന്ധപ്പെട്ട മസലകളാണ്. ഇത് കേട്ട് മനസ്സിലാക്കി സംശയങ്ങൾ കമന്റിലൂടെ ചോദിച്ച് തിരുത്തപ്പെടേണ്ടതുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട് തിരുത്തി മനസ്സിലാക്കേണ്ടതാണെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. സംശയങ്ങൾക്ക് എന്റെ ഫോൺ നമ്പർ 98 46 47 96 14 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.